മാറി. ഇനിയിപ്പോൾ മലയാള സിനിമ അത് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ തമിഴിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ ഹിന്ദിയിലേക്ക് നോക്കൂ, ജപ്പാനിലേക്ക് നോക്കുന്നൊന്നും ആരും പറയണം, മലയാള സിനിമ മാറി. അതെ, മലയാള സിനിമ മാറി, നല്ല വൃത്തിക്ക് തന്നെ. വ്യത്യസ്ത ജോണറുകളിൽ നിന്നും നല്ല കണ്ടൻ്റ് ഉള്ളതും ക്വാളിറ്റി മൂവീസും നമ്മുടെ ഈ ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നും സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുപോലെ തന്നെ വിപരീത ദിശയിലോട്ട് മാറിയ ഒരു ഇൻഡസ്ട്രിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. പറഞ്ഞു വരുന്നത് നമ്മുടെ റീമേക്ക് കൂട്ടിനെ പറ്റിയല്ല. അതിനെപ്പറ്റി പറയണമെങ്കിൽ വേറൊരു വീഡിയോ സീരീസ് തന്നെ വേണ്ടി വരും. പറഞ്ഞു വരുന്നത് ഹോളിവുഡിനെ പറ്റിയാണ്. ചിലരെങ്കിലും ഒന്ന് നെറ്റി ഒളിച്ച് കാണും. സത്യത്തിൽ ഹോളിവുഡ് അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ഹൈ ഗ്രോസിംഗ് ആയിരുന്ന ഫ്രാഞ്ചൈസികളും ബിഗ് സ്റ്റാർ മൂവീസ് വരെ തിയേറ്ററുകളിൽ അടപടലം ബോംബായി മാറിയിരിക്കുകയാണ്. ഹോളിവുഡിലെ ഈ ഒരു പൊട്ടൻഷ്യൽ ബാക്ക്ലാഷിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഏവർക്കും ബ്രാൻഡ് വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇത്തരം വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രാൻഡ് വർത്തമാനം. ഹോളിവുഡിൽ വലിയൊരു അരിച്ചുപണി അനിവാര്യമായിരിക്കുകയാണ്. പ്രേക്ഷകർ അതിനായി വലിയ രീതിയിൽ തന്നെ മുറവിളി കൂട്ടുകയാണ്. പ്രീ പാൻഡമിക് ഇറ ഒന്ന് നോക്കാം. ഒരു സമയത്ത് ബിഗ് ഫ്രാഞ്ചൈസികളായ MCU, സ്റ്റാർ വാർസ് ഒക്കെ തിയേറ്ററിൽ നിന്ന് സ്ഥിരമായി പണം വാരിക്കൊണ്ടിരുന്ന സമയം. ഈ അടുത്തുവരെ വളരെ റിലീജിയസ് ആയിട്ട് തന്നെ MCU ഫോളോ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. വളരെ നല്ലൊരു വിഷനോട് കൂടിയായിരുന്നു MCUവിൻ്റെ എക്സിക്യൂഷൻ. കൾട്ട് ഫോളോയിങ്ങുള്ള സ്റ്റാർ വാർസും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് മാർവൽസ്, ക്വാണ്ടം മാനിയ പോലുള്ള ബിഗ് സൂപ്പർ ഹീറോ മൂവീസിന് പോലും ഇന്ന് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാനാവുന്നില്ല. നമ്മൾ മലയാളികൾ മാത്രമല്ല, എല്ലാവരും OTT പ്ലാറ്റ്ഫോമിൽ വരട്ടെ എന്നുള്ള സ്റ്റാൻഡിലാണ്. അതിനെന്തായിരിക്കും കാരണം? കൊറോണ, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെ അതിപ്രസരം എന്നൊക്കെയാണോ? തീർച്ചയായുമല്ല. ഒരു കാലത്ത് തിയേറ്ററിലേക്ക് ആൾക്കാരെ വലിച്ചിരുന്ന ഫ്രാഞ്ചൈസികളെല്ലാം മൂന്നാം കിട സിനിമകൾ പടച്ചുവിടാൻ തുടങ്ങിയപ്പോഴാണ് പ്രേക്ഷകർ അതിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയത്. എന്തപരാധം പടച്ചുവിട്ടാലും പ്രേക്ഷകൻ തൊണ്ട തൊടാതെ വിരുങ്ങുമെന്ന് മൈൻഡിലാണ് മേജർ സ്റ്റുഡിയോസ് എല്ലാം. റീമേക്കും സീക്വൽസും കൾട്ട് സ്റ്റാറ്റസുള്ള അനിമേഷൻ മൂവീസിൻ്റെയും ഗെയിംസിൻ്റെയും ലൈവ് ആക്ഷനൊക്കെ പടച്ചുവിടാനാണ് അവർ ഇന്ന് ശ്രമിക്കുന്നത്. ഒറിജിനൽ ഐഡിയാസിൽ നല്ലൊരു സ്ക്രീൻ പ്ലേയിൽ ഇറങ്ങുന്ന പടങ്ങൾ ഇപ്പോൾ വെല്ലെണ്ണാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇറങ്ങുന്ന പടപ്പുകൾ എന്തിന് തിയേറ്ററിൽ പോയി സമയം കളയണമെന്ന് ഒരു സാധാരണ പ്രേക്ഷകൻ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു സമയത്ത് സൂപ്പർ ഹീറോ മൂവീസ് പൊട്ടുമ്പോഴായിരുന്നു പ്രേക്ഷകർക്കിടയിൽ ഒരു സംസാര വിഷയം. എന്നാൽ ഇന്ന് ബ്ലോക്ക് ബസ്റ്റർ ആകുമ്പോഴാണ് സംസാര വിഷയമാകുന്നത്. ഇതിനർത്ഥം തിയേറ്ററിൻ്റെ കാലം കഴിഞ്ഞു എന്നാണോ? ഒരിക്കലുമല്ല. ഈ അടുത്തിറങ്ങിയ കുറച്ച് സിനിമാസിനെ പറ്റി നമുക്ക് നോക്കാം. ടോപ്പ് ഗൺ മാവറിക് വളരെ മികച്ച ഒരു സ്ക്രീൻ പ്ലേയിൽ ഹോളിവുഡിൻ്റെ ഇപ്പോഴത്തെ കാട്ടിക്കൂട്ടലുകളില്ലാതെ പണി അറിയാവുന്നതിന് എടുത്ത ഒരു മികച്ച ചിത്രമായിരുന്നു ടോപ്പ് ഗൺ മാവറിക്. അതുപോലെ 2023 ബാർബി, സൂപ്പർ മാരിയോ ബ്രദേഴ്സ്, ഓപ്പൺഹൈമർ ഇവയെല്ലാം തന്നെ തിയേറ്ററിലെ ആളെ നിറച്ചു. ഇതിൽ ഓപ്പൺഹൈമർ എടുത്തു പറയേണ്ടതായിരുന്നു. കാരണം 1 ബില്യൺ അടുത്ത് കളക്ട് ചെയ്ത പടം സ്ഥിരം ടോപ്പ് ഗ്രോസിംഗ് മൂവീസിൻ്റെ പാറ്റേണിലുള്ള ഒരു പടമായിരുന്നില്ല. അപ്പോൾ നല്ല കണ്ടൻറ്റും മേക്കിങ്ങുമായി വന്നാൽ പടത്തിന് ആൾ കയറും എന്ന് തന്നെയാണ് പറയേണ്ടത്. വളരെ കോൺട്രവേഴ്സ്യലായ ഒരു സെക്ഷനാണ് ഹോളിവുഡിലെ പൊളിറ്റിക്സ്. നല്ല കഥയും ക്യാരക്ടേഴ്സിനെയും ഉണ്ടാക്കാതെ പ്രോഗ്രസീവ് ആണെന്ന് കാണിക്കാൻ കുറേ കണ്ണിൽ പൊടിയിടലുകളുമായി സ്റ്റുഡിയോസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു അജണ്ട പ്രേക്ഷകൻ്റെ തൊള്ളയിലോട്ട് കുത്തിയിറക്കാനാണ് അവരിന്ന് ശ്രമിക്കുന്നത്. ഇപ്പോൾ റീമേക്കിൻ്റെയും റീബൂട്ടുകളുടെയും കാലമാണ്. ആൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ക്യാരക്ടേഴ്സിൻ്റെ ജെൻഡർ, സെക്ഷുവാലിറ്റി, റേസൊക്കെ സ്വാപ്പ് ചെയ്ത് ആധുനികമുണ്ടാക്കാനാണ് ചില സ്റ്റുഡിയോസ് ശ്രമിക്കുന്നത്. ഇത് ലൈവ് ആക്ഷനിലും കാണാം. വുമൻ, ബ്ലാക്ക് എംപവർമെൻറ്റ്, LGBTQ ഐഡിയാസ് ഇതെല്ലാം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. എന്നാൽ പുതിയ ക്യാരക്ടേഴ്സിനെയും പുതിയ കഥയും ചെയ്യുന്നതിന് പകരം ആൾറെഡി ഉള്ള കഥയിൽ അജണ്ടാസ് കുത്തികയറ്റി വെറുപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്തിനാടാ ഇങ്ങനെയൊക്കെ പടച്ചു വിടുന്നതെന്ന് പ്രേക്ഷകർ ചോദിച്ചു പോവുകയാണ്. ഓർഗാനിക്കായിട്ട് സ്ത്രീകളെയും ബ്ലാക്സിനെയും LGBT കമ്മ്യൂണിറ്റീസിനെയും കാണിച്ചാലേ പ്രേക്ഷകർ സ്വീകരിക്കുകയുള്ളൂ. അല്ലാണ്ട് എന്നാൽ നമുക്ക് ഇവരെ അങ്ങ് ശാക്തീകരിച്ച് കളയാമെന്ന് പറഞ്ഞ് കുറേ പടങ്ങൾ ഇറക്കിയാൽ ബോംബാകും എന്നല്ലാണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ലേസി റൈറ്റിംഗ് എന്ന് മാത്രമേ പ്രേക്ഷകൻ അതിനെ വിളിക്കൂ. ഒരു സാധാരണ പ്രേക്ഷകൻ പൊളിറ്റിക്കൽ എംപവർമെൻറ്റിനൊന്നുമല്ല ഒരു സിനിമ കാണുന്നത്. ഒരു 2-2.5 മണിക്കൂർ റിയാലിറ്റിയിൽ നിന്ന് വേർപെട്ട് എൻജോയ് ചെയ്യുവാനാണ്. അപ്പോഴാണ് ഇവറ്റകൾ പൊളിറ്റിക്സ് കുത്തിക്കയറ്റി എന്നാലോ യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്ത പടങ്ങൾ പടച്ചുവിടുന്നത്.
സോഷ്യൽ കമൻട്രിക്ക് തീർച്ചയായും സിനിമയിൽ സാധ്യതയുണ്ട്. അത് കഥയുമായി ഇഴുകിച്ചേർന്ന് സറ്റിലായ രീതിക്ക് അവതരിപ്പിക്കുമ്പോൾ മാത്രമേ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുകയുള്ളൂ. എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷം ഇത്തരം സിനിമകളും പ്രേക്ഷകന്മാരെ പൊട്ടന്മാരാക്കുന്ന വ്യാഖ്യാനങ്ങളിലുള്ളവയാണ്. സ്നോ വൈറ്റ് ആൻഡ് സെവൻ ഡോർസ് എന്ന ക്ലാസിക് അനിമേഷൻ മൂവിയുടെ വരാൻ പോകുന്ന ലൈവ് ആക്ഷനിൽ ഡോവ്സ് കഥാപാത്രങ്ങൾ അഥവാ കുള്ളന്മാരായിരിക്കില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ. കാരണം കുള്ളന്മാർ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്നാണ് അവർ പറയുന്നത്. അതിനു പകരം പല എത്നിസിറ്റിയിലും സെക്ഷുവാലിറ്റിയിലുമുള്ള ഒരു കൂട്ടത്തിനെ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവർ. ഇത് പലതരത്തിലുള്ള പ്രേക്ഷക എതിർപ്പിന് കാരണമായിരിക്കുകയാണ്. ആൾറെഡി ഒരു ഫാൻ ബേസുള്ള കഥയെ ഇമാതിരി പണ്ടെന്ന് എന്തിനാണാവോ ഇവരുടെ ഉദ്ദേശം? ഇമാതിരി ചവറുകൾ പടച്ചു വിട്ടതും പോലെ അത് ബാക്ക് ഫയർ ചെയ്യുമ്പോൾ ഡയറക്ടേഴ്സും സ്റ്റുഡിയോസും ഓഡിയൻസിനെ കുറ്റം പറയുന്ന പരിപാടിയുമായി ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു തിരക്കഥയിൽ മികച്ച ക്യാരക്ടേഴ്സ് വരും കൺവേ ചെയ്യുന്ന പൊളിറ്റിക്സും മെസ്സേജും മാത്രമേ ഓഡിയൻസ് റിസീവ് ചെയ്യുകയുള്ളൂ. ഉദാഹരണത്തിന് ദ ബോയ്സ് എന്ന ഷോ എടുക്കാം. വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒന്നാണ് ബോയ്സ് എന്ന ഷോ. എന്നാൽ ഇത്തരം ബാക്ക്ലാഷസ് ഒന്നും വലുതായിട്ട് ബോയ്സിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. സീസൺ 3 ആൻജി എന്ന കഥാപാത്രത്തെ പറ്റി മറന്നിട്ടില്ല. എന്നാലും വളരെ വെൽ റിട്ടേണായ പല ഡയമെൻഷൻസുള്ള ക്യാരക്ടേഴ്സുള്ള ഒരു ഷോ ആയതുകൊണ്ട് തന്നെ ഓഡിയൻസ് ബോയ്സ് എന്ന ഷോ വളരെ രീതിക്ക് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡിയോസും ഡയറക്ടേഴ്സും വളരെ ഡെസ്പറേറ്റായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. മാർവൽസ് എന്ന സിനിമ നോക്കിയാൽ ആ ഒരു സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അയൺമാനെയും ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ ചുമ്മാ ട്രെയിലറിൽ കുത്തിക്കയറ്റി നൊസ്റ്റാൾജി ഉണ്ടാക്കി ആളെ കയറ്റാൻ നോക്കുകയാണ്. ഏതാണ്ട് 270 മില്യണിന് പണിവെച്ച സാധനം സെല്ല് ചെയ്യാൻ പിന്നെയും എൻഡ് ഗെയിം വലിച്ചിടുകയാണ്. ഇന്ന് ഹോളിവുഡ് മൂവീസിൻ്റെ ക്വാളിറ്റീസ് വല്ലാണ്ട് കുറയുന്നുണ്ടെങ്കിലും ബഡ്ജറ്റ് നന്നായി കൂടുന്നുണ്ട്. VFX ആർട്ടിസ്റ്റിന് സമയം കൊടുക്കാണ്ട് ഓവർലോഡ് ചെയ്ത് ഫുള്ളി ഫിനിഷ്ഡ് അല്ലാതെ പ്രോഡക്റ്റ്സാണ് അവർ പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റൈറ്റേഴ്സ് ആൻഡ് ആക്ടേഴ്സ് സ്ട്രൈക്ക് ഇതിനോടൊപ്പം തന്നെ വായിച്ചെടുക്കാം. അനാവശ്യമായ സ്റ്റുഡിയോസിൻ്റെ ഇടപെടലും എയുടെ തള്ളിക്കയറ്റവും റെമ്യൂണറേഷനും മറ്റുമായിട്ടാണ് അവർ സ്ട്രൈക്ക് ആരംഭിച്ചത്. വമ്പൻ സ്റ്റുഡിയോകൾ സിനിമയെ ബിസിനസ് മോഡലായി മാറ്റുമ്പോൾ കൊച്ചു സ്റ്റുഡിയോസ് ക്വാളിറ്റി കണ്ടൻറ്റായി വരുന്നുണ്ട്. ഉദാഹരണത്തിന് A24 സ്റ്റുഡിയോസ് അവരുടെ റൈറ്റേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ക്രിയേറ്റീവ് സൈഡിൽ വല്ലാണ്ട് ഇടപെടാറില്ല എന്നാണ് പറയപ്പെടുന്നത്. അത്തരം സിനിമകൾ തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. വമ്പൻ സ്റ്റുഡിയോസും ആ പാതയിലേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.